കഴിഞ്ഞ 146-ാമത്തെ എപ്പിസോഡിൽ 123-ാമത്തെ മാർപ്പാപ്പ ലിയോ മൂന്നാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടമാണ് ചർച്ച ചെയ്തത്. ഇന്ന് 147-ാമത്തെ എപ്പിസോഡിൽ 124-ാമത്തെ മാർപ്പാപ്പ സ്റ്റീഫൻ ഏഴാമൻ്റെ കാലഘട്ടം 928 മുതൽ 931 വരെയുള്ള കാലഘട്ടത്തെ പറ്റിയാണ് ഇന്ന് ചർച്ചയിലെടുക്കുന്നത്. ഈ മാർപ്പാപ്പ റോമിൽ ജനിച്ച മാർപ്പാപ്പയാണ്. 929 ജനുവരി മാസം അദ്ദേഹത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. അദ്ദേഹം മൊറോസിയോ കുടുംബത്തിൻ്റെ ഒരു ദാസനായിരുന്നു. മൊറോസിയോ കുടുംബം ആണ് അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കിയത്. അദ്ദേഹം മൊറോസിയോ കുടുംബത്തിൻ്റെ ദാസനായിട്ടാണ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് ടുലോസ്ക് എന്ന് പറയപ്പെടുന്ന കുടുംബത്തിൻ്റെ ആണ് ഈ സ്വാധീനം എന്ന് നമ്മൾ പറയുന്നു. അദ്ദേഹം ഒരു ടസ്കനായിരുന്നു. ടസ്കൻ എന്ന് പറഞ്ഞാൽ റോമ സാമ്രാജ്യം വരുന്നതിന് മുമ്പ് ഇറ്റലിയിലെ വളരെ ശക്തരായ ഒരു ജനങ്ങളായിരുന്നു ടസ്കൻസ്. അവർ ആയോധന കലയിൽ വളരെ വിദഗ്ധരായിരുന്നു. അവരുടെ കലാരൂപങ്ങൾ, ഭിത്തിയിൽ വരച്ച പടങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. സ്ത്രീകളും പുരുഷന്മാരും കാര്യമായ ഒരു വസ്ത്രവും ധരിച്ചിരുന്നില്ല. 95% പൂർണ്ണ നഗ്നരായിട്ടാണ് ഒരു യുദ്ധത്തിന് പോലും വന്നുകൊണ്ടിരുന്നത്. ടസ്കൻസിനെ നോർമലി റോമാക്കാർക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. പക്ഷേ ടസ്കൻസുമായിട്ടുള്ള ഒരു ഉടമ്പടി കാരണം ടസ്കൻ ജനതയെ റോമാ സാമ്രാജ്യവും ചൈനയുമായിട്ട് മിക്സ് ചെയ്ത് പിന്നെയാണ് റോമാ സാമ്രാജ്യം ബിൽഡപ്പ് ചെയ്തത്. അത് പഴയ ചരിത്രം ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അവിടെയാണ് ഇദ്ദേഹം ജനിച്ച് വളർന്നത്. അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ട് ഒരു രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ മൊറോസിയോയുടെ കൺട്രോളിലായിരുന്നെങ്കിലും അദ്ദേഹം 3 വർഷം ഭരിച്ച് അതിനിടയ്ക്ക് അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യമുണ്ട്. അത് അൽ മത്തൂർണോസ് ആശ്രമം പുതുക്കി പണിഞ്ഞു എന്നുള്ളതാണ്. ഫ്രാൻസിലെ പ്രസിദ്ധമായ അൽ മത്തൂർണോ ആശ്രമം. അദ്ദേഹം 931 ഫെബ്രുവരിയിൽ മരിക്കുകയാണ് ഉണ്ടായത്. ബൈസാനിയൻ എംപററായിട്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ട റൊമാനസ് ഒന്നാമൻ ലുക്കാപ്പനസ്, അദ്ദേഹം 919 944 വരെ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ജൂനിയേഴ്സായി 3 പേരെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു. ഒന്ന് കോൺസ്റ്റന്റൈൻ ഏഴാമൻ 919 944 വരെ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾ, യുവരാജാവ് എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലാണ്. ക്രിസ്റ്റഫർ ലൂക്കാപ്പനസ് 921 931 വരെ, കോൺസ്റ്റന്റൈൻ ലൂക്കാപ്പനസ് 924 മുതൽ 945 വരെ. ഒരു 45-50 വർഷം നിലനിൽക്കാൻ പോകുന്ന ഒരു ലൂക്കാപ്പനസ് കുടുംബത്തിൻ്റെ ആധിപത്യമാണ്. ചക്രവർത്തി ആ കുടുംബമാണ്. 2 രാജകുമാരന്മാർ ആ കുടുംബമാണ്. അതേ കുടുംബത്തിൽ നിന്നാണ് പിന്നീട് പാത്രീസ്മാരെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ 3 വർഷക്കാലം ചരിത്രത്തിൽ നടന്ന പ്രസിദ്ധമായ സംഭവങ്ങൾ. 923 വെൻസെൽഷ്യസ് എന്ന് പറയുന്ന ബൊഹീമിയൻ രാജാവിനെ ഹി വാസ് മർഡേഡ്. പേഗൻ പാർട്ടി ലെഡ് ബൈ ഹിസ് ബ്രദർ ബൊലേസ്ലാവ് I. വെൻസെസ്ലാവ് ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ബൊലേസ്ലാവ് പേഗനാണ്. ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരു ട്രൈബൽ ജനതയായിരുന്നു. അപ്പോൾ അനുജൻ്റെ മകൻ ജനിച്ചപ്പോൾ കല്യാണത്തിന് ക്ഷണിക്കുകയും കല്യാണത്തിന് എന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ബൊഹീമിയയുടെ രാജവംശം മാറി എന്നുള്ളൊരു സംഭവമുണ്ട്. 930 ക്ലൂണി റിഫോം എന്ന് പറയപ്പെടുന്ന ബെനഡിക്റ്റൈൻ ഓർഡറിൽ ഫ്രാൻസിലും മറ്റ് പ്രദേശങ്ങളിലും വിശദമായ പരിഷ്കാരങ്ങൾ വരുത്തി. ആ പരിഷ്കാരങ്ങൾ വരുത്തുകയും ലൊറൈൻ ഓഡോ ആബട്ടായി നിയമിച്ചിട്ട് ക്ലൂണി ആശ്രമത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തൊരു കാലഘട്ടമാണ്. മുസ്ലിം ചരിത്രത്തിൽ 930 കൊർമാഷ്യൻസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം വന്ന് മെക്കയിൽ വലിയ ആക്രമണം നടത്തി. മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ മെക്കയിൽ. അപ്പോൾ മെക്കയിൽ വളരെ വിലമതിക്കാനാവാത്ത നിക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആ മെക്ക അദ്ദേഹം വന്ന് സാക്ക് ചെയ്യുകയും കാബായിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കടത്തിപ്പോണ്ടുകയും ചെയ്തു. സ്പെയിനിൽ
അബ്ദുൽ റഹ്മാൻ III സ്വയം കാലിഫായിട്ട് കൊർഡോബയിൽ പ്രഖ്യാപിച്ചു. മറ്റേ കാലിഫ് പോയിട്ടില്ല, എങ്കിലും പുതിയൊരു കാലിഫ് പ്രഖ്യാപിച്ചു. 2 കാലിഫുമാർ തമ്മിലൊരു തർക്കം കൊർഡോബയിൽ ഉണ്ടായി. 931 അബ്ബാസിഡ് കാലിഫ് ആദ്യം മുക്കാദിറിനെ പുറത്താക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് കൊർമേഷ്യൻ റൂളറായ അബൂ താഹിർ പോയപ്പോൾ അബ്ദുൽ മൻസൂർ ഭരണത്തിൽ വന്നു. അപ്പോൾ ഇറ്റലിയിലും സ്പെയിനിലും ഇറാഖിലും ഭരണമാറ്റം ഉണ്ടായി. ആ ഭരണമാറ്റങ്ങൾ സഭാചരിത്രത്തിലും ഭൂമിശാസ്ത്രപരമായോ മാറ്റങ്ങൾ വരുത്തി. ഈ കാലഘട്ടത്തിലെ ഓർത്തഡോക്സ് സഭയുടെ പാത്രികീസ്മാർ കോപ്റ്റിക് പോപ്പായി സെയിൻറ്റ് കോസ്മോസ് III 920 മുതൽ 932 വരെ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ ക്രിസ്തോഡോളസ് 907 മുതൽ 932 വരെ, അന്ത്യോക്യയിൽ ബേസിൽ I 920 മുതൽ 935 വരെ, കോൺസ്റ്റാന്റിനോപ്പിളിൽ റൊമാനസ് ലൂക്കാപ്പനോസ് 925 മുതൽ 931 വരെ. അതായത് ചക്രവർത്തി 2 മക്കൾ യുവരാജാക്കന്മാരാണ്. 3ാമത്തെ മോനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രികീസായി നിയമിച്ചു. ജെറുസലേമിൽ നേരത്തെ പറഞ്ഞ മാർപ്പാപ്പമാരെ തുടർച്ചയായി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന തിയോഫിലക്ട് എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു മകനെ ജെറുസലേമിലെ പാത്രികീസാക്കി. തിയോഫിലാക്ട് 923 to 933, 10 വർഷം പാത്രികീസായിരുന്നു. അപ്പോൾ 2 രാജകുടുംബങ്ങളിൽ നിന്നാണ് 2 പാത്രികീസ്മാർ വരുന്നത്. ഈ കാലഘട്ടത്തിന് ശേഷം 931 മാർപ്പാപ്പയുടെ മരണശേഷം 125ാമത്തെ മാർപ്പാപ്പ ജോൺ 9 മാർപ്പാപ്പയുടെ കാലഘട്ടം വരികയാണ്. ജോൺ 9 മാർപ്പാപ്പ 931 മുതൽ 935 വരെ മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം റോമിൽ ജനിച്ച് വളർന്ന ഒരാളായിരുന്നു. 931 മാർച്ച് മാസമാണ് അദ്ദേഹം മാർപ്പാപ്പയായത്. ഈ മാർപ്പാപ്പ നേരത്തെ നമ്മൾ 3-4 മാർപ്പാപ്പമാരുടെ കഥ പറഞ്ഞപ്പോൾ മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പ് മുതൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മൊറാസിയോയുടെ മകനാണ്. കുതന്ത്രങ്ങളെല്ലാം ഉണ്ടാക്കിയ ആ മൊറാസിയോയുടെ മകനായിരുന്നു അദ്ദേഹം. കംപ്ലീറ്റ്ലി മൊറാസിയോയുടെ കുടുംബക്കാരനായിരുന്നു. ആ കുടുംബത്തിനാവശ്യമായ കാര്യങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മെത്രാന്മാരെ അച്ഛന്മാരെ നിയമിക്കുകയും ട്രാൻസ്ഫർ ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഒരു പ്രഭു കുടുംബം അവരുടെ തന്നെ മകനെ പിടിച്ച് മാർപ്പാപ്പയാക്കിയാൽ എന്തൊക്കെ ദോഷമുണ്ടാവും എന്നുള്ളതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ ഇപ്പോഴാണ് മൊറാസിയോയ്ക്ക് ഒരാഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹത്തിന് കംപ്ലീറ്റായിട്ട് ഇറ്റലി മുഴുവൻ അവരുടെ ഭരണത്തിന് കീഴിൽ വരണം. അതിന് മാർപ്പാപ്പയുടെ കയ്യിലായി. ഇറ്റലിയുടെ റോം ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ അവരുടെ കയ്യിലാണ്. പക്ഷെ ബാക്കിയും കൂടി അവർക്ക് പിടിച്ചെടുക്കണം. അതിനുവേണ്ടി അവൾ ഇറ്റലിയുടെ രാജാവായിരുന്ന ഹ്യൂഗ് ഓഫ് ഹുമയ്യ അദ്ദേഹത്തെ കല്യാണം കഴിച്ചു. അപ്പോൾ ഇറ്റലിയുടെ സദർൺ ഇറ്റലിയുടെ രാജാവും റോം ഉൾപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ രാജ്ഞിയും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഇറ്റലി മുഴുവൻ അവരുടെ ഭരണത്തിന് കീഴിൽ വരും. പണ്ട് സ്പെയിൻ മുഴുവൻ കയ്യിലാക്കാൻ വേണ്ടി ഫെർഡിനാൻഡും ഇസബെല്ലായുടെ കല്യാണം കഴിച്ച് അരാഗണും കാസ്റ്റയിലും ഒന്നുചേർന്നപ്പോൾ സ്പെയിനിലെ മുസ്ലിങ്ങളെ ആഫ്രിക്കയിലേക്ക് പുറന്തള്ളി സ്പെയിൻ മുഴുവൻ അവരുടെ കയ്യിൽ, കത്തോലിക്കാ സഭയുടെ കയ്യിൽ എത്തിയതുപോലെ ഇറ്റലിയെ യൂണിഫൈ ചെയ്യാൻ വേണ്ടിയാണ് മൊറാസിയോ എന്ന വിധവ സ്ത്രീ ഹ്യൂഗ് എന്ന് പറയുന്ന രാജാവിനെ കല്യാണം കഴിച്ചത്. മാർപ്പാപ്പ ചെന്നിട്ടാണ് ഈ വിവാഹം ബ്ലസ് ചെയ്തത്. എന്നിട്ട് കുടുംബം ഇറ്റലി മുഴുവൻ ഭരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ മൊറാസിയോയുടെ മാർപ്പാപ്പയുടെ എന്ന മകന് കൂടാതെ മറ്റൊരു മകനുണ്ടായിരുന്നു. ആ മകന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു മകൻ മാർപ്പാപ്പയായി, അമ്മ തെക്കൻ ഇറ്റലിയുടെ രാജാവിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ രാജാവ് ഇറ്റലിയുടെ മുഴുവൻ ഭരണാധികാരിയാവും, അമ്മയെ കല്യാണം കഴിച്ച രാജാവ്. ഇത് പാടില്ല. അതുകൊണ്ട് ആ മകൻ റിവോൾട്ട് ചെയ്തു.
ആ മകൻ്റെ പേരാണ് ആൽബറിക്. അദ്ദേഹം അമ്മയെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, മൊറോസിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഹ്യൂഗിനെ, അമ്മയെ കല്യാണം കഴിച്ച ഹ്യൂഗിനെ റോമിൽ നിന്ന് ഓടിച്ചിട്ട് ആൽബറിക്ക് ഭരണാധികാരിയായെന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായി. ഇറ്റലി മുഴുവൻ മൊറോസിയോയുടെ രണ്ടാമത്തെ മകൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. മാർപ്പാപ്പ 4 വർഷം ഭരിച്ചു. 936 ജനുവരിയിൽ അദ്ദേഹം മരിച്ചു. പക്ഷേ 935 സഭയുടെ മറ്റൊരു വലിയ വിഭജനം ഉണ്ടായി. ബൈസാന്റൈൻ എംപയറിൻ്റെ ഭാഗമായ അതിനടുത്ത് കിടന്ന കുറേ ഭാഗങ്ങൾ ഓർത്തഡോക്സ് സഭയിലേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. അങ്ങനെ പേപ്പൽ ഇലക്ഷനിലും പേപ്പിൻ്റെ ഭരണത്തിലും കൈയടത്തിയിരുന്ന മൊറാസിയോ ഇപ്പോൾ സ്വന്തം മോനെ മാർപ്പാപ്പയാക്കി മുന്നേറി എന്നുള്ളതാണ്. മൊറോസിയെ പരാജയപ്പെടുത്തിയ ആൽബറിക്, രണ്ടാമത്തെ മോൻ ആൽബറിക്, പിന്നെ ആൽബറിക്കും സ്വന്തം മോനെ മാർപ്പാപ്പയാക്കി. അതാണ് ചരിത്രത്തിലെ രസകരമായ സംഭവം. അതായത് മൊറാസിയോയുടെ കുടുംബത്തിൽ നിന്ന് 2-3 മാർപ്പാപ്പമാർ ഉണ്ടാകുന്ന ഒരു ദയനീയാവസ്ഥ. മാർപ്പാപ്പ ഭരണത്തിൽ വരുമ്പോൾ 24 വയസ്സേ പ്രായമുള്ളൂ. മാർപ്പാപ്പ മരിക്കുമ്പോൾ 29 വയസ്സേ പ്രായമുള്ളൂ. ഈ പ്രായം ഞാൻ പ്രത്യേകം പറഞ്ഞത്, നമ്മൾ സാധാരണ കേരളത്തിലെ ബിഷപ്പ്മാരെ കാണുമ്പോൾ അവരുടെ പ്രായവും ഈ മാർപ്പാപ്പമാരുടെ പ്രായവും, നേരത്തെ ഒരു മാർപ്പാപ്പ 14 വയസ്സിൽ മാർപ്പാപ്പയെ കഥ പറഞ്ഞില്ലേ, അതുപോലെ 25 വയസ്സിൽ മാർപ്പാപ്പ 29 വയസ്സിൽ മരിക്കുകയാണ് ഉണ്ടായത്. ഈ കാലത്തെ ചക്രവർത്തി റൊമാനൂസ് ലിക്കാപ്പനോസ് 919-944 വരെ, കോൺസ്റ്റന്റൈൻ ഏഴാമൻ 919-944 വരെ, സ്റ്റീഫൻ ലൂക്കാപ്പനോസ് 924-945 വരെ, അടുത്ത മോൻ കോൺസ്റ്റന്റൈൻ ലിക്കാപ്പനോസ് 924-945 വരെ. ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ചില സംഭവങ്ങളുണ്ട്. 934 സ്വീഡിഷ് രാജാവ്, അദ്ദേഹം ഡ്രിവൺ ഔട്ട് ഓഫ് ഷെർസ്വിഗ് ബൈ ജർമ്മൻ കിങ് ഹെൻറി ദ ഫസ്റ്റ്. ഹെൻറി ദ ഫസ്റ്റിന് മറ്റൊരു പേരുണ്ട്, ഫൗളർ. അപ്പോൾ സ്വീഡിഷുകാർ ജർമ്മനിയിലോട്ട് തള്ളിക്കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജർമ്മൻ ഇങ്ങനെ വിട്ടാവക്കത്തില്ലെന്നത് മനസ്സിലായി. അങ്ങനെ ഹെൻറി ഒന്നാമൻ സ്വീഡിഷ് സൈന്യത്തെയും രാജാവിനെയും പുറകോട്ട് തള്ളി ജർമ്മനിയെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. 935 ഫാറ്റിമിഡ് ആർമീസ് ഡിഫീറ്റഡ് ബൈ ഈജിപ്റ്റ്. കൺട്രോൾ ഓഫ് അലക്സാണ്ട്രിയ, ഫൈജം ആൻഡ് സദേൺ സിറിയ റീഗെയിൻ ടു മുഹമ്മദ് ടുഗ്ലിച്ച് എന്നുള്ളതാണ് ലോകചരിത്രത്തിലെ വലിയ 2 സംഭവങ്ങൾ. ക്രിസ്ത്യൻ ചരിത്രത്തിൽ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ 932 അബ്ബാസിഡ് കാലിഫ് മുക്താദർ മരിക്കുകയും പുതിയ കാലിഫ് വരികയും ചെയ്തത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നു 932. സൈത്തുഖ് ബഗ്ര ഖാൻ, അദ്ദേഹം കരാഹാർ ടർക്സിൻ്റെ നേതാവാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ തുർക്കിയുടെ വടക്കൻ പ്രദേശമാണ് ഈ ഭാഗക്കാരുടെ കയ്യിലുണ്ടായിരുന്നത്. മറ്റൊരു ഭാഗം സെൽജുക് തുർക്സിൻ്റെ കയ്യിലാണ്. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓട്ടോമൻ ടർക്സ്, നമ്മൾ 1-ാം ലോകയുദ്ധത്തിൽ കേൾക്കുന്ന ഓട്ടോമൻ ടർക്സ് വരുന്നത്. അപ്പോൾ ഈ ടർക്സ് നേരത്തെ പറഞ്ഞ പോലെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിൽ നിന്ന് വന്ന നോർമൻസ് എന്ന് നമ്മൾ ഫ്രാൻസിൽ പറയുന്ന, അവരുടെ റൂസ് എന്നും യുക്രൈനിലെ എന്നൊക്കെ പറയുന്ന ജനവിഭാഗത്തിൻ്റെ ഒരു ഭാഗം വന്നിട്ട് അറബികളുമായി മിക്സ് ചെയ്തിട്ടാണ് ടർക്സ് ഉണ്ടാകുന്നത്. ആ ടർക്സിലെ ഈ വിഭാഗം ഇസ്ലാമിലേക്ക് പോകാൻ വിസമ്മതിച്ചെന്നൊരു വിഭാഗമാണ്. അവർ 932 ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തുർക്കിയും തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന വടക്കൻ പ്രദേശങ്ങളും ഇസ്ലാം മതത്തിലെത്തി. ഇത് പിന്നീട് ഒരു പ്രശ്നമുണ്ടാക്കിയ ഒരു മേഖലയാണ്. 934 അബ്ബാസിഡ് കാലിഫ് അൽ ഖദറിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത്. അതുപോലെ കാലിഫ് ഉബൈദുള്ള
ഭരണത്തിലേക്ക് വരുന്നത്. 935 റൂക്കൽ ഡൗള അദ്ദേഹം റേ ആൻഡ് ബുവായിഡ് ഗവൺമെൻറ്റിനെ പിടിച്ചെടുത്തു. സിയാനിഡ് ഭരണാധികാരി അസാസിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലെ പാത്രീസ്മാരെയും അറിഞ്ഞിരിക്കേണ്ടതാണ്. കോപ്റ്റിക് പാത്രീസ് കോസ്മോസ് മൂന്നാമൻ 920-932 വരെ ഭരണം കഴിഞ്ഞ് മക്കാറിയൂസ് ഒന്നാമൻ 932-952 ഭരണത്തിൽ വന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ ക്രിസ്തുഡോളസ് 970-932 വരെ ഭരിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ യൂറ്റിക്യസ് 932-940 ഭരണത്തിൽ വന്നു. യൂത്തിക്യസ് പണ്ട് സുനോദോസിൻ്റെ കഥ പറഞ്ഞപ്പം നമ്മൾ ചർച്ച ചെയ്ത അതേ പേരുകാരനാണ്. അന്ത്യോക്ക് ബേസിൽ ഒന്നാമൻ 921-935 വരെ വന്നു. കോൺസ്റ്റാന്റിനോപ്പിളിൽ തിയോഫിലാക്ട് 1 933-956 വരെ വന്നു. ജെറുസലേമിൽ തിയോഫിലാക്ട് 1 തന്നെ ചാർജാണ് 921-933 വരെ. അത് കഴിഞ്ഞ് സ്റ്റീഫൻ 1 933-946 വരെ വന്നു. അതായത് മാർപ്പാപ്പയെ തിയോഫിലാക്ട് കുടുംബക്കാരൻ വന്നു. അതേ തിയോഫിലാക്ട് 2 പാത്രീസ്മാരെയും സൃഷ്ടിച്ചു. ഇത് വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായ ഒരു 3 വർഷം. 125-ാമത്തെ മാർപ്പാപ്പ ജോൺ 9 ശേഷം 126-ാമത്തെ മാർപ്പാപ്പ ലിയോ 7 ഭരണത്തിൽ വരികയാണ്. ലിയോ 7 936 മുതൽ 939 വരെയാണ് ഭരണത്തിലിരുന്നത്. അദ്ദേഹം റോമിൽ ജനിച്ച ആളായിരുന്നു. 936 ജനുവരി 3 അദ്ദേഹം മാർപ്പാപ്പയായി. അദ്ദേഹം ആശ്രമ ജീവിതത്തെ പരിഷ്കരിച്ച വ്യക്തിയാണ്. ആശ്രമസ്ഥരായ സന്യസ്തരായ ആൾക്കാരുടെ ജീവിതം അദ്ദേഹം പരിഷ്കരിച്ചു. അദ്ദേഹം ബസിലിക്ക ഓഫ് സെയിൻറ്റ് പോൾ, വത്തിക്കാൻ്റെ പുറത്തുള്ള ബസിലിക്ക ഓഫ് സെയിൻറ്റ് പോൾ പരിപൂർണമായി അദ്ദേഹം റിപ്പയർ ചെയ്തു. എന്നിട്ട് പുതുക്കി പണിഞ്ഞു. അദ്ദേഹം മാർപ്പാപ്പയായത് രാജാവായ ആൽബറിക്കിൻ്റെ സപ്പോർട്ടിലാണ്. 3-4 മാർപ്പാപ്പമാർ അമ്മ മൊറാസിയോയുടെ സപ്പോർട്ടിലായിരുന്നു. വേറെ ചില മാർപ്പാപ്പമാർ തിയോഫിലാക്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ടിലായിരുന്നു. ഇങ്ങനെ വേറെ ചില മാർപ്പാപ്പമാർ തുളുസ്ക് ഫാമിലിയുടെ സപ്പോർട്ടിലായിരുന്നു. ഈ 3 ഗ്രൂപ്പിൽ ആൽബറിക് രാജാവിൻ്റെ മൊറോസിയ കുടുംബത്തിൻ്റെ സപ്പോർട്ടിലാണ് ഇദ്ദേഹം മാർപ്പാപ്പയായത്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നെങ്കിലും മറ്റ് മാർപ്പാപ്പയുടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനു മുമ്പുള്ള ഒരു 15 മുൻഗാമികളോട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം ഇച്ചിരി ഭംഗിയായിട്ട് ഭരിച്ച ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹം ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ബിഷപ്പ്മാർക്ക് എഴുതിയ എഴുത്തുകൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അദ്ദേഹം ഈ ഡ്രൂയിഡ്സിനെയും മജീഷ്യൻസിനെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഈ ഡ്രൂയിഡ്സ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒറിജിനൽ സെൽറ്റിക് പീപ്പിൾ അല്ലെങ്കിൽ കെൽറ്റിക് പീപ്പിളിൻ്റെ പുരോഹിതന്മാരാണ്. മലയാളത്തിൽ നമ്മൾ മന്ത്രവാദികൾ എന്നൊക്കെ വിളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജനതയാണ് ഡ്രൂയിഡ്സ്. അതുകൂടാതെ മജീഷ്യൻസ് എന്ന് വിളിക്കപ്പെടുന്ന എല്ലാ ജനവിഭാഗത്തിനെയും അവർ നിയന്ത്രിക്കണമെന്നും ഒരു സഭാവിരുദ്ധരാണെന്നും അദ്ദേഹം എഴുതി. ആ എഴുത്തുകൾ ഇപ്പോഴും വത്തിക്കാനിൽ ലഭ്യമാണ്. 939 ജൂലൈ 13 അദ്ദേഹം മരിച്ചു, 3 വർഷത്തെ ഭരണത്തിന് ശേഷം. അദ്ദേഹം മൊറാസിയോയുടെ 2ാമത്തെ മകനായിരുന്നു. 2ാമത്തെ മകൻ. തൊട്ട് മുമ്പ് വേറൊരു മാർപ്പാപ്പയും മൊറാസിയോയുടെ മകനായിരുന്നു. ഇതും മൊറാസിയോയുടെ മകനാണ്. 2 മക്കൾ, മൊറാസിയോയുടെ 2 മക്കൾ മാർപ്പാപ്പമാരായി. ബൈസാനിയൻ എംപയറിൽ നേരത്തെ പറഞ്ഞ അതിൽ വലിയ മാറ്റമൊന്നുമില്ല. റൊമാനസ് ലൂക്കാപ്പനസ് തന്നെ ചക്രവർത്തി, കോൺസ്റ്റന്റൈനും വേറെ 2 ലൂക്കാപ്പനസ്മാർ സഹ യുവരാജാക്കന്മാരായി നിൽക്കുന്നു. ലോകചരിത്രത്തിൽ 936 ഓട്ടോ 1 ജർമ്മനിയുടെ രാജാവായത്. അദ്ദേഹം അച്ഛനായ ഹെൻറി 1 മകനായിരുന്നു. ഈ ഓട്ടോയും അദ്ദേഹത്തിൻ്റെ മക്കൾ സന്ധി പരമ്പരയിലെ ഓട്ടോകളും ജർമ്മനിയുടെ ചരിത്രം തിരുത്തി കുറിച്ച ചക്രവർത്തിമാരാണ്. ആ ഓട്ടോ നാമം ജർമ്മൻ ഭാഷയിൽ വളരെ പ്രസിദ്ധമായി. ആ പേരുള്ള
മറ്റൊരു ഓട്ടോ ആണ് കാറിൻ്റെ എൻജിൻ കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമ്മൾ ഓട്ടോ AUTO എന്ന് വിളിക്കുന്ന ഓട്ടോ ജർമ്മൻ ഭാഷയിലെ OTTOയുടെ രൂപാന്തരമാണ്. ഓട്ടോമൊബൈൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ വിളിക്കുന്ന സ്വയം ചലിക്കുന്ന വാഹനങ്ങളുടെ പേരങ്ങനെ വരാനും ഈ ഓട്ടോ ആണ് കാരണക്കാരൻ. 1937 ബാറ്റിൽ ഓഫ് ബ്രുണൻബർഗിൽ വെച്ച് ഏതൽസ്റ്റാൻ ഡിഫീറ്റഡ് ഡെയിൻസും സ്കോട്ട്സും സ്ട്രാത്ക്ലൈഡും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ അദ്ദേഹം പരാജയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഈതൽസ്റ്റാൻ മിൽട്ടൺ അബി സ്ഥാപിച്ച് ഡോർസെറ്റിലെ അബി പുതുക്കി പണിഞ്ഞു. ഇംഗ്ലണ്ടിൻ്റെ മുഴുവൻ ഭരണാധികാരിയായി അദ്ദേഹം മാറി. മുസ്ലിം ഹിസ്റ്ററിയിൽ 1936 അമീറിനെതിരെ റൈക്ക് അമീറിനെതിരെ വിപ്ലവം ഉണ്ടാവുകയും അൽ-ഉംറ എന്ന് പറയുന്ന അബ്ബാസിഡ് ഖാലിഫ് ഭരണത്തിൽ വരികയും ചെയ്യുന്നത്. മറ്റൊരു വലിയ വിപ്ലവം നടന്നത് ബാഗ്ദാദിലാണ്. ബാഗ്ദാദിൽ ആ വിപ്ലവത്തിന് ശേഷം അവിടെയും ഭരണാധികാരികൾ മാറി. അങ്ങനെ രാജ്കൻ ഭരണം വന്നു. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ പാത്രികീസ്മാരുടെ മാറ്റങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ വിശുദ്ധൻ്റെ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടങ്ങളെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.